ഇപ്പോൾ വന്നിട്ട് മുളക് ഉഷിയും ചെയ്യാൻ പോവുകയാണ്. അതിന് 6 മുളക് അത് 2ആയി മുറിച്ച് വയ്ക്കണം. പിന്നെ പുളി ഒരു വലിയ നാരങ്ങൻ്റെ അളവിന്, കറുവേപ്പില, ഉലുവ പൊടിച്ചത്, പിന്നെ മുളക് മല്ലിയും വന്നിട്ട് അത് അളവിന് കാണിച്ചു തരാം. പിന്നെ വെളിച്ചെണ്ണ കുറച്ച് നിറയെ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായി അതിൽ വന്നിട്ട് പച്ചമുളക് സിമ്മിൽ വെക്കണം. പച്ചമുളക് ഒന്ന് നല്ല അതിൽ വാട്ടിയതിന് ശേഷം പരുവത്തിലായാൽ മതി. എന്നിട്ട് അതിനെ വന്നിട്ട് ഒരു പാത്രത്തിലെടുത്ത് വയ്ക്കാം. അതിനുശേഷം കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് കറുവേപ്പില പൊടി, മുളക് എരിവുള്ളത് കൊണ്ട് മുളക് ഇത്ര മതി. മല്ലിപ്പൊടി 2 സ്പൂണ്, മഞ്ഞപ്പൊടി ശകലം, എണ്ണയിൽ കുറച്ച് ഇതാക്കിയതിന് ശേഷം പുളി ഒഴിക്കുക. പുളി നല്ല തിളച്ചൊന്ന് ഒരുമാതിരി കുറുകണം. ഉപ്പ് ആവശ്യത്തിന്, ഈ സൈസിന് വെല്ലം. എത്ര എരിവുണ്ടാകുന്ന എരിവ് നിറയെ എരിവുള്ളത് കൊണ്ട് വെല്ലം ഇടുമ്പോൾ അത് അത്രയ്ക്ക് അറിയില്ല. അങ്ങനെ വെല്ലം ഇടുന്നത് ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ വെല്ലം ഇടുന്നത് ഇടാം. ഉലുവ വന്നിട്ട് ഇതാ ഉലുവ പൊടിച്ച് വെച്ചതാ, വറുത്ത് പൊടിച്ച് വെച്ചതാണത്. ഉലുവ എത്ര കുറച്ച് അകലം കൂടി ഇടാം. നല്ല കുറുകിയ പരുവത്തിൽ വെച്ചിട്ട് എടുത്താൽ മതി. മൂടി നമുക്ക് എടുക്കാതെ സിമ്മിൽ മതി. അല്ല, ഓഫാക്കാം. ഈ പരുവത്തിലെടുക്കണം. അത് വെക്ക അങ്ങനെ കുറുകുന്നത്. ഈ പച്ചമുളക് ഉണ്ടല്ലോ, പുളിയിൽ നല്ല ഊറുന്ന സമയത്ത് അത് വെച്ച് പഴയ ചോറിന് ശകലം ഈ അച്ചാറുമാര് നമുക്ക് തൊട്ട് കഴിക്കാൻ നന്നായിട്ടുണ്ടാവും. നോക്കട്ടെ. സൂപ്പർ, അടിപൊളി ടേസ്റ്റ്.